കഴിഞ്ഞ ദിവസം മുതൽ റഷ്യ ആരംഭിച്ച കനത്ത വ്യോമാക്രമണത്തിൽ പോളണ്ടിന്റെ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് പുറത്തുവരുന്നു. പടിഞ്ഞാറൻ ഉക്രൈനിലാണ് കഴിഞ്ഞ ദിവസം മുതൽ റഷ്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കനത്ത വ്യോമാക്രമണം നടത്തുന്നത്. ഈ ഭാഗത്ത്, ഈ പടിഞ്ഞാറൻ ഉക്രൈന്റെ ഭാഗത്ത് ലീവിവ് എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് ഉക്രൈൻ്റെ പ്രദേശമാണ്. അത് പോളണ്ടുമായി അതിർത്തി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ആയിരുന്നു റഷ്യയുടെ വ്യോമാക്രമണം. ഇവിടെയാണ് പോളണ്ടിന്റെ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായിട്ടൊരു വിവരം പുറത്തുവിടുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പോളണ്ട് അവരുടെ അതിർത്തിയിലുള്ള യുദ്ധവിമാനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഏതായാലും സഖ്യകക്ഷികൾ, പോളണ്ടിന്റെ സഖ്യകക്ഷികളുമൊക്കെ റഷ്യ ഉടൻ കരയുദ്ധം ആരംഭിച്ചേക്കും എന്നൊരു സൂചന നാറ്റോ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കരയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ റഡാറുകൾ അലർട്ടാക്കിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ, ഈ സഖ്യകക്ഷി രാജ്യങ്ങൾ, ഈ നാറ്റോ രാജ്യങ്ങളെല്ലാം അലർട്ടാക്കിയിട്ടുണ്ട്. പോളണ്ടിന്റെ കമാൻഡ് എക്സിലൂടെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും ഈ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായേക്കാം എന്നൊരു സൂചന വരുന്നു. ഒപ്പം തന്നെ ബലൂൺ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കൂടുതലായി ഈ സ്ഫോടക വസ്തുക്കളും മറ്റും ഘടിപ്പിച്ച ബലൂണുകൾ പറത്തിവിടുന്നു. ലിത്വാനിയയ്ക്ക് മുകളിൽ ഇന്നലെ ഒരു ബലൂൺ പരമ്പര തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉക്രൈനിൽ ഇപ്പോൾ ഏതാണ്ട് മിക്ക ഭാഗങ്ങളും വൈദ്യുതി നിലച്ച മട്ടാണ്. ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശവും ഉക്രൈൻ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിത്വാനിയ ഇന്ന് വിമാനത്താവളങ്ങൾ വീണ്ടും തുറക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ശൈത്യകാലം കൂടുതൽ കടുക്കുന്നതോടുകൂടി റഷ്യ കനത്ത ആക്രമണം നടത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പാസഞ്ചർ ട്രെയിനിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഒരാൾ കൊല്ലപ്പെടുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനകം റഷ്യ നടത്തുന്നത് കനത്ത ബോംബിങ്ങും മിസൈൽ ആക്രമണവും മറ്റുമാണ്. ഏതായാലും നാറ്റോ സഖ്യങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അത് റഷ്യ വകവെക്കാതെ തന്നെ മുൻപോട്ട് പോകുന്നു. പോളണ്ടിന്റെ വിമാനങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണം അത് ഏത് രീതിയിലായിരിക്കും ഇനി പ്രതിഫലിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.